Hi all, welcome back to Kadiruvain Updates. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള അഫ്ദലുൽമ പ്രിലിമിനറി കോഴ്സിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും, കോഴ്സിൻ്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നിലവിൽ അഫ്ദലുൽമ പ്രിലിമിനറി കോഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം SSLC കഴിഞ്ഞ, അതായത് 10ാം തരം പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് പ്രിലിമിനറി, അതായത് അഫ്ദലുൽമ കോഴ്സ്. അതോടൊപ്പം തന്നെ ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷത്തെ അഫ്ദലുൽമ പ്രിലിമിനറി കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് +2 സാധാരണ രീതിയിലുള്ള +2 ഹ്യൂമാനിറ്റീസ് കോഴ്സിന് തുല്യതയുള്ള കോഴ്സായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ കോഴ്സ് വെച്ച് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഡിഗ്രി ഉൾപ്പെടെയുള്ള മറ്റു എല്ലാ കോഴ്സുകളും എടുക്കുവാനും സാധിക്കുന്ന കാര്യം കൂടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു അഫ്ദലുൽമ പ്രിലിമിനറി കോഴ്സിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, നിലവിൽ ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്ന തീയതി 5/6/2025 വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫ്ദലുൽമയുടെ ലിങ്ക് വഴി അതേപോലെ നിങ്ങൾക്ക് ഹോം പേജിൽ അഫ്ദലുൽമ പ്രിലിമിനറി ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇതിനെ വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് പ്രോസ്പെക്ട്സ് ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സിൽ ബാക്കിയുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രവേശന യോഗ്യത ജസ്റ്റ് SSLC പാസ്സായാൽ മതി. അതേപോലെ ഏജ് ലിമിറ്റ് ജസ്റ്റ് ഇവിടെ അത് പരമാവധി ഏജ് ലിമിറ്റ് 20 വയസ്സ് കഴിയാൻ പാടില്ല. ഈ രീതിയിൽ ഏജ് ലിമിറ്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ, ബോണസ് മാർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യനിർവഹണത്തിൽ മരണമടഞ്ഞ ജവാന്മാർ, അതേപോലെ ജവാന്മാരുടെ എക്സ് സർവീസുമാരുടെയും മക്കൾ, അതേപോലെ NCC, അതേപോലെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLC അതായത് പാസ്സായിട്ടുള്ളവർക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ അധികാര പരിധിയിൽപ്പെടുന്നു. ഇവർക്കൊക്കെ ഈ പറയുന്ന അഡീഷണൽ ബോണസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ സീറ്റ് സംവരണം അതൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെറിറ്റ് കോട്ട, അതേപോലെ OBC തുടങ്ങിയ എല്ലാ കോട്ടയും കൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും സാധാരണ രീതിയിൽ അഡ്മിഷൻ പ്രൊസീജിയർ തന്നെയാണ്. ഇനി അപേക്ഷ ഫീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് SC/ST വിഭാഗക്കാർക്ക് ഈ പറയുന്ന അപേക്ഷയോടൊപ്പം 205 രൂപയാണ് കൊടുക്കേണ്ടത്. എന്നാൽ മറ്റുള്ളവർ ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ OBC-കാരൊക്കെ 495 രൂപയുമാണ് ഓൺലൈൻ അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അപേക്ഷ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ തന്നെ അലോട്ട്മെൻറ്റ് ബേസായാണ് അഡ്മിഷൻ ലഭിക്കുക. അതോടൊപ്പം തന്നെ അഡ്മിഷൻ സമയത്ത് സമർപ്പിക്കേണ്ട രേഖകൾ, ഈ പറയുന്ന രേഖകൾ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ കൊടുത്ത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷന് വേണ്ടി കോളേജിൽ ഹാജരാകുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്, അതിപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട്, അതേപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിൻ്റെ കാർഡ്, അതായത് അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, SSLC ആണ് SSLC സർട്ടിഫിക്കറ്റ്, അതേപോലെ മാർക്ക് ലിസ്റ്റ്, അതിൽ വിദ്യാർത്ഥി അവസാനം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള TC, അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ഇനി വേറെ ഔട്ട്സൈഡ് പുറമേ നിന്നൊക്കെ ആണെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. വേറെ ഔട്ട്സൈഡ് ബോർഡിൽ നിന്ന് SSLC ബോർഡ്, കേരള ബോർഡ് അല്ലാത്ത പുറമേ നിന്നൊക്കെ പഠിച്ചവരാണെങ്കിൽ ഈക്വലൻസി, അതേപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, OBC-കാർക്ക് സംവരണം തെളിയിക്കാൻ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗക്കാർക്കാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS-കാരാണ് EWS സർട്ടിഫിക്കറ്റ്. ഇത്തരത്തിൽ നോർമലായിട്ടുള്ള എല്ലാ അഡ്മിഷനും തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇതൊക്കെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കിയാൽ മതി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ബോണസ് പോയിന്റിന് ഏതെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി കൈവശം ഉണ്ടായിരിക്കണം. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏതൊക്കെയാണ് കോളേജുകൾ എന്നുള്ളത് കൂടി ഈ കൃത്യമായിട്ട് ഈ ഒരു പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ട് വിദ്യാർത്ഥികൾ 10ാമത്തെ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്ഡഡ്, അതേപോലെ സെൽഫ് ഫിനാൻസ് എന്നീ കാറ്റഗറിയാണ് കോളേജിലുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസിലാകുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. എന്നാൽ എയ്ഡഡിൽ നിങ്ങൾക്ക് താരതമ്യം ജസ്റ്റ് ട്യൂഷൻ ഫീസ് മാത്രം, അതായത് എക്സാം ഫീസ് ഉൾപ്പെടെ ചെറിയൊരു ഫീസ് കൊടുത്ത് മാത്രം പഠിക്കാൻ സാധിക്കുന്ന കോളേജുകളാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അഫ്ദലുൽമ പ്രിലിമിനറി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 30 സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ ഒരു 30 സ്ഥാപനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ചേന്നമംഗലൂർ എയ്ഡഡ് ആണ്. അതിൽ 2 സ്ഥാപനങ്ങൾ എയ്ഡഡ് ആണ്. അതേപോലെ രണ്ടാമത്തത് ഫറൂഖുള്ളതും എയ്ഡഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കോളേജിലും സീറ്റുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പരമാവധി എയ്ഡഡ് കോളേജിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, ശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയാൽ അഡ്മിഷൻ പോകാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ടുള്ള 4 കോളേജിൽ കിട്ടിയാൽ പോകാൻ സാധിക്കുന്ന ആ 4 കോളേജിൽ കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് നിങ്ങൾ എഴുതിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ താഴെ പറയുന്ന അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്ലൈ നൗ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കൂടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ KPID ക്രിയേറ്റ് ചെയ്യാം. അതിനെ ക്രിയേറ്റ് ന്യൂ KPID എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാമതായിട്ട് നിങ്ങളുടെ SSLC നമ്പർ.
SLCയുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സെൻഡ് OTP ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിലോട്ട് ഒരു OTP നമ്പറും ആ OTP നമ്പർ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് CAP ID നിങ്ങൾക്ക് മെസ്സേജായി ലഭിക്കുന്നതായിരിക്കും. ആ ഒരു CAP ID നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും, അതായത് അലോട്ട്മെൻറ്റ്, അതേപോലെ എന്തെങ്കിലും കാര്യം എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന CAP ID വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നിങ്ങളുടെ മറ്റുള്ള പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ ജസ്റ്റ് നോർമലായിട്ടുള്ള ഫോട്ടോ, അതേപോലെ തന്നെ സിഗ്നേച്ചർ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് KB പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമലായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നിങ്ങൾ ജസ്റ്റ് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ CAP ID കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യും. നിങ്ങൾ മൊബൈൽ ഫോൺ വന്ന CAP ID, അതിൽ താഴെ കാണുന്ന സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയർ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി എല്ലാ അപേക്ഷയും കൊടുത്തതിന് ശേഷം നിങ്ങൾ കൊടുത്ത കോളേജ് മാറ്റണം, അല്ലെങ്കിൽ കൊടുത്ത കോളേജിലെ ഓർഡർ മാറ്റണം, ഇങ്ങനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഹോം പേജിലോട്ട് വന്ന് നിങ്ങളിവിടെ 10th രജിസ്റ്റർ നമ്പർ അടിക്കുന്നു, CAP ID അടിക്കുന്നു, സെക്യൂരിറ്റി കോഡ് അടിക്കുന്നു, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അപേക്ഷ കൊടുത്തതിന് ശേഷം വീണ്ടും എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ PDF ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ആ രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്ത പ്രിൻ്റ് ഔട്ടാണ് അല്ലെങ്കിൽ PDF ആണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. അതോടൊപ്പം തന്നെ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അപേക്ഷ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ ഒരു PDF കിട്ടും, ഫൈനൽ പ്രിൻ്റ് ഔട്ട്. അത് പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചോദിക്കും. ആ ഫൈനൽ കൺഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ PDF നിർബന്ധമായിട്ട് എടുത്ത് വെക്കണം. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ കൊടുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും വിദ്യാർത്ഥികൾ അഥവാ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഥവാ എഡിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ വീണ്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ അത് പൂർത്തീകരിച്ച് രണ്ടാമത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ കൺഫർമേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അഫ്ദൽ ഉലമ പ്രിലിമിനറി കോഴ്സിന് ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുക. അതോടൊപ്പം അതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ, അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ കൃത്യമായുള്ള അപ്ഡേറ്റ് നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് ലിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.